ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ ആയിട്ട് മേക്കപ്പൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നത് പൊതുവെ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു കോംബോ സെറ്റ് മേക്കപ്പ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഫൗണ്ടേഷനാണ് ഞാൻ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ചെയ്ത് അതിനകത്തുള്ള പഫുണ്ട്. പഫ് വെച്ച് നമ്മൾ ഫേസിൽ അപ്ലൈ ഒക്കെ ചെയ്ത ശേഷം ഈ ഒരു ജെല്ലുണ്ട്, അതായത് ഈ ഒരു ജെല്ല് പോലെ തന്നെ സ്പ്രേ കിട്ടും. നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ജെല്ലാണ് ആ കോംബോ സെറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ജെല്ല് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മേക്കപ്പ് ഇട്ടതായിട്ടുള്ളൊരു ഫീല് ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിക്ക് ഫേസ് ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നാസ്ലറിൻ്റെ ഒരു ഐലൈനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ലോക്കൽ മാർക്കറ്റിൽ നിന്നും മേടിച്ചതാണ്. നാസ്ലറിൻ്റെ ഐലൈനറാണ് ഞാൻ കണ്ണിൽ എഴുതിയിരിക്കുന്നത്. അതിന് ശേഷം ഈ ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ പൊട്ട് കുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെയൊക്കെ ഞാൻ സ്റ്റിക്കർ പൊട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സ്റ്റിക്കർ പൊട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. നേരത്തെയൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ സ്റ്റിക്കർ പൊട്ടായിരുന്നു കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് നെറ്റിയിൽ അതിൻ്റെ പാട് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ സ്റ്റിക്കർ പൊട്ട് പൊതുവെ നിർത്തി സാധാരണ നോർമൽ കൺമഷി വെച്ച് എഴുതും അല്ലെങ്കിൽ ഐലൈനർ വെച്ച് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എപ്പോഴും ചെയ്തു വരുന്നത്. അപ്പോൾ ഇനി പുതിയ വീഡിയോസുകളൊക്കെ കുറേ വരാനുണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല. ചെറിയ മോനുള്ളത് കൊണ്ട് എനിക്ക് എല്ലാത്തിനും ചെയ്യാനുള്ള ടൈം കുറവാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ പരമാവധി. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് പറയാം കേട്ടോ. അപ്പം നിങ്ങൾ കമൻസ് പറയാൻ നിങ്ങളുടെ ഗെറ്റ് റെഡി വിത്ത് മീ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ തന്നെ. ഞാനും ഒരു തുടക്കക്കാരിയാണ് യൂട്യൂബിൽ. അപ്പോൾ അതിൻ്റേതായ പല കുറവുകളും ഉണ്ടാവും. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. തെറ്റുകളുണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീയിലൂടെ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.